ഒരു ഭരണാധികാരിയുടെ ഭരണത്തിന്റെ മേന്മ തീരുമാനിക്കുന്നത് അദ്ദേഹത്തിന്റെ ജാതിയാണ്, മതമാണ്, അതോ രാഷ്ട്രീയമാണ്, അതേ അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന സമുദായങ്ങളാണ്, അതോ അദ്ദേഹത്തിനോടൊപ്പം നിൽക്കുന്ന കുറെ അനുഭാവികളാണ്. ശരിക്കും ഒരു ഭരണാധികാരിയെ ജനം വിലയിരുത്തുന്നത് അദ്ദേഹം ജനത്തിന് എന്ത് നൽകുന്നു എന്നുള്ളതിനെ അടിസ്ഥാനപ്പെടുത്തിയാണ്. എങ്ങനെയാണ് അദ്ദേഹം രാജ്യം ഭരിക്കുന്നത്, എങ്ങനെയാണ് എല്ലാ മനുഷ്യരെയും സർവ്വസമന്മാരായി കാണുന്നത്, എങ്ങനെയാണ് ആ രാജ്യത്തിന്റെ ഭൗതിക സമ്പത്തുകളെല്ലാം തന്നെ പക്ഷപാതമില്ലാതെ എല്ലാ വിഭാഗം ജനങ്ങൾക്കും പങ്കിട്ട് നൽകുന്നത്, എല്ലാ വിഭാഗം ജനങ്ങളെയും ഒരുമയോടെ ഒത്തൊരുമയോടെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതൊക്കെയാണ് യഥാർത്ഥത്തിലുള്ള ഒരു ഭരണാധികാരിയെ വിലയിരുത്താനുള്ള മാർഗം. അല്ലാതെ മതത്തിന്റെയോ രാഷ്ട്രീയത്തിന്റെയോ മറ്റേതെങ്കിലും സ്വാധീനത്തിലോ ഒന്നും ഒരു ഭരണാധികാരിയെയും വിലയിരുത്താൻ പാടില്ല. നമ്മുടെ മുന്നിലുള്ള ഏറ്റവും വലിയ ഭരണാധികാരി എന്ന് പറയുന്നത് മഹാബലി തന്നെയാണ്. ഒരു ഭരണാധികാരി, ഒരു രാജാവ്, ഒരു ചക്രവർത്തി എങ്ങനെ ആയിരിക്കണമെന്ന് പഠിക്കാനുള്ള ഏറ്റവും വലിയ പാഠപുസ്തകമാണ് മഹാബലിയുടെ ഭരണം. കള്ളവും ചതിയും പുളിവചനവും ഇല്ലാത്ത, എല്ലാ ജനങ്ങളും സാഹോദര്യത്തോടെ സ്നേഹത്തോടെ ജീവിച്ചിരുന്ന ഭരണകാലമാണ് മഹാബലിയുടെ. ദേവനായ വാമനൻ അസുരനായ മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയതുകൊണ്ട് മഹാബലിയുടെ മേന്മ ഒട്ടും കുറഞ്ഞുപോയില്ല. ഇന്നും ജനങ്ങൾ ആരാധിക്കുന്നത് വാമനനെയല്ല, മഹാബലിയെയാണ്. വാമനനെ ആരാധിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ടെങ്കിലും ഭൂരിഭാഗം ജനങ്ങളും ആവേശത്തോടെ സ്വീകരിക്കുകയും ആരാധിക്കുകയും ചെയ്യുന്നത് മഹാബലിയെയാണ്. വർഷത്തിൽ ഒരു ദിവസമെങ്കിലും എല്ലാ സന്തോഷങ്ങളോടും കൂടി സദ്യ ഒരുക്കി വീട്ടുമുറ്റത്ത് അത്തപ്പൂക്കളം തീർത്താണ് കേരള ജനത, മലയാളികൾ മഹാബലിയെ സ്വീകരിക്കുവാനായി കാത്തിരിക്കുന്നത്. വാമനൻ മഹാബലിയുടെ പ്രശസ്തിയിലും അദ്ദേഹത്തിന്റെ സദ്വൃത്തികളിലുമൊക്കെ ദേവന്മാർക്കുണ്ടായ അസൂയയുടെ ഫലമായി ഉണ്ടായ അവതാരമാണ്. ഏത് അവതാരങ്ങളായാലും നന്മയുടെ മേൽ തിന്മയ്ക്ക് വിജയിക്കാനുള്ള അവസരമായി മാറാൻ പാടില്ല. അവതാര കഥകളിൽ ഭൂരിഭാഗവും നമ്മൾ പഠിച്ചിട്ടുള്ളത് തിന്മയുടെ മേൽ നന്മ വിജയിക്കാൻ വേണ്ടി എടുത്തിട്ടുള്ളത് അല്ലെങ്കിൽ എടുക്കപ്പെട്ടിട്ടുള്ളത് എന്നാണ്. എന്നാൽ മഹാബലിയുടെ കാര്യത്തിൽ നന്മയുടെ മേൽ തിന്മയെ ജയിപ്പിക്കാൻ വേണ്ടി എടുക്കപ്പെട്ടിട്ടുള്ള അവതാരമായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. മഹാബലി ഏറ്റവും അംഗീകരിക്കപ്പെട്ട ഭരണാധികാരിയാണ്. മഹാബലിയെ ചവിട്ടിത്താഴ്ത്താനായി അവതാരമെടുത്ത വാമനൻ മഹാബലി എന്ന നല്ല ഭരണാധികാരിയെ ഭയന്നിരുന്നവരുടെ പ്രതിനിധിയാണ്.